സൗഹൃദ ജനകീയ കൂട്ടായ്മയിൽ പിറവിയെടുത്ത ഈ ചിത്രം കാണാനായി നിരവധി വിദ്യാർത്ഥികളാണ് തിയേറ്ററിൽ എത്തിയത്. ഒരു യു.പി. സ്കൂളും അതിലെ കുട്ടികളും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ചിത്രം. മൊറാഴ കമ്മാരൻ സ്മാരക AUP സ്കൂളും അധ്യാപകരും വിദ്യാർത്ഥികളും പരിസരവാസികളുമാണ് സ്കൂൾ ചലേഹം സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. ഫിൻലാൻഡിലെ ഒലൂലു ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിലും അമേരിക്കയിലെ ബെൽമോണ്ട് ഫിലിം ഫെസ്റ്റിവലിലും ആദരവേറ്റുവാങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മാങ്ങാട് സ്വദേശിയായ E.G. ശ്രീകാന്താണ്. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ സ്കൂൾ ചലേഹം മികച്ച ബാലചിത്രത്തിനുള്ള പട്ടികയിൽ അവസാന 2-ലെത്തുകയും ചെയ്തു. കൂടാതെ സിനിമയിലെ മികച്ച പ്രകടനത്തിലൂടെ മാസ്റ്റർ സുജയ് കൃഷ്ണ ഈ വർഷത്തെ JC ഡാനിയൽ ഫൗണ്ടേഷന്റെ മികച്ച ബാലനടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. സ്വന്തം നാട്ടിലെ സ്കൂളിൽ സഹപാഠികളോടൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തോടൊപ്പം ബിഗ് സ്ക്രീനിൽ അത് കാണാനായതിന്റെ ത്രില്ലിലുമാണ് തങ്ങളുള്ളതെന്ന് അഭിനേതാക്കളായ വിദ്യാർത്ഥികൾ പറഞ്ഞു. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്ന എന്റെ ഫസ്റ്റ് ഫിലിമാണ്. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ തന്നതാണ്. കാരണം എന്താ വെച്ചാല് എന്റെ വീടിന്റെ പരിസരങ്ങളിലുള്ള സ്ഥലങ്ങളാണ് ഇതിന്റെ എന്താ നമ്മൾ ഷൂട്ട് ചെയ്ത പ്ലേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നേരിട്ട് നമ്മളിപ്പം നിൽക്കുന്ന വീടിന് നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ ഫിലിമിൽ കാണുന്ന സമയത്തും രണ്ട് അനുഭവങ്ങൾ നമ്മൾ ഓർക്കാനുള്ള ഒരു പ്രത്യേകതര അനുഭവം തരുന്നതായിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പം ഈ മോണാക്ട് അതുപോലെ തന്നെ മറ്റ് പരിപാടികളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് സ്റ്റേജുകളിൽ. അത് നൽകുന്ന ഒരു അനുഭവം നമ്മൾ ഈ ഒരു ഫിലിമിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് രണ്ടും ഡിഫറെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല എന്റെ സുഹൃത്തുക്കളുടെ കൂടെ എന്റെ ടീച്ചേഴ്സിന്റെ കൂടെ ഒരു ഫിലിമിൽ അഭിനയിക്കാൻ പറ്റുമെന്ന്. സിനിമ എല്ലാവരും വന്ന് കാണണം. വളരെ നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ വന്ന് കണ്ടെന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പൂർണ്ണമായി കുട്ടികളെ ഉൾപ്പെടുത്തി ഒരുക്കിയ സ്കൂൾ ചലേഹം സിനിമയിലെ പ്രമേയം കൊണ്ടും അഭിനേതാക്കളും ക്യാമറയും സാങ്കേതികപരമായും മികച്ച നിലവാരം പുലർത്തിയിട്ടുണ്ടെന്ന് പ്രശസ്ത സംവിധായകൻ ഷെരീഫ് ഈസ പറഞ്ഞു. യാതൊരു അമേച്ചേഴ്സും ഇല്ലാത്ത വിധത്തിൽ എല്ലാ മേഖലയിലും വളരെ പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ വേണ്ടി ഇതിന്റെ അണിയറ സാധിച്ചിട്ടുണ്ട്. ക്യാമറയായാലും അതിന്റെ എഡിറ്റിംഗ് ആയാലും അതിന്റെ കളർ ഗ്രേഡിംഗ് ആയാലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാ മേഖലയും വളരെ മികച്ച രീതിയിൽ ഇതിന്റെ സാങ്കേതിക പ്രവർത്തനം മികച്ച രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചവർ എല്ലാവരും പുതിയ ആൾക്കാരാണ്, പുതിയ പുതുമുഖങ്ങളാണ്. പക്ഷെ അവരൊക്കെ തന്നെ മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാം കൊണ്ടും ഒരു ഉത്തമമായ ഒരു ഗംഭീരമായ സിനിമയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒരുപാട് സാധ്യത ഈ സിനിമക്കുണ്ട് എന്നാണ് സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു. ലെറ്റ്ഗോ പ്രൊഡക്ഷൻസിന്റെയും അമോർ പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ നിർമ്മിക്കപ്പെട്ട ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആദിത്, ശ്രീകാന്ത്, ബിനോജ് എന്നിവർ ചേർന്നാണ്. നിതീഷ് നടേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ബിജി ബാലാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.